കനത്ത മഴയെ അവഗണിച്ചും പത്തനംതിട്ട ജില്ലയിലെ നവകേരള സദസ്സിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, നമുക്കറിയാം ഇന്ന് സംസ്ഥാനത്തെ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ ഒരു ജില്ല പത്തനംതിട്ട ജില്ലയാണ്. അവിടെ നവകേരള സദസ്സ് രാവിലെ ആറന്മുളയിൽ നടന്നു. ഇനി കോന്നി, റാന്നി മണ്ഡലങ്ങളടക്കം നടക്കാനുമുണ്ട്. ഈ മഴയെല്ലാം അവഗണിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ളൊരു ജനസഞ്ചയമാണ് ഈ നവകേരള സദസ്സിൻ്റെ വേദിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങൾ തന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ്. നിലവിൽ മന്ത്രിമാർ അവിടെ എത്തി തുടങ്ങിയോ? ഇനി എപ്പോഴാണ് അവിടെ പരിപാടികൾ ആരംഭിക്കുക? നിലവിൽ അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? സിജു, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോന്നി മണ്ഡലത്തിലാണ്. ജനീഷ് MLA കോന്നി മണ്ഡലത്തിലാണ് ഉള്ളത്. ഇവിടെ ക്യാബിനറ്റ് ഇൻ കോന്നി എന്നുള്ള ആ ഒരു പേര് നൽകിക്കൊണ്ടാണ് ഇവിടുത്തെ ഈ പന്തൽ ഒരുക്കിയിരിക്കുന്നതും. എൻ്റെ ഈ പിന്നിൽ കാണാം നമുക്ക് കനത്ത ഈ മഴയും അതിജീവിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് ഇവിടെ ആ കുടകളുടെ ഒരു വലിയ നിര തന്നെ ഇങ്ങനെ ഒഴുകി. ഇത് ഏതാണ്ട് കഴിഞ്ഞ 1 മണിക്കൂറായി ഞാൻ കാണുന്ന കാഴ്ചയാണ്. ഈ 1 മണിക്കൂറായി ഇപ്പോഴും ഒരു വലിയ ജനസാഗരം തന്നെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഹാളുകൾ, മൊത്തം ഹാൾ പരിശോധിച്ചാൽ ഇതിന് മുഴുവൻ ഇപ്പം തന്നെ ഇരിപ്പിടത്തിൻ്റെ പുറത്തേക്ക് ആയിരക്കണക്കിന് ഇരിപ്പിടങ്ങളാണ് ഇട്ടിരുന്നത്. ആ ഇരിപ്പിടത്തിൻ്റെ പുറത്തേക്ക് ജനസാഗരം മാറിക്കഴിഞ്ഞു. ഇപ്പോഴും ആളുകൾ ഒഴുകിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇനി കൂടുതൽ ആളുകളെ ഇതിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ഇപ്പോൾ തന്നെ ഇത് ആ ജനസാഗരമായി മാറി. ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സിജു സൂചിപ്പിച്ചതുപോലെ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ് ഇപ്പോൾ ഈ പത്തനംതിട്ടയിൽ. ആ പത്തനംതിട്ട ജില്ലയിലേക്കാണ് എല്ലാ വേദികളിലും. ഇപ്പോൾ നമ്മൾ ഇന്നലെ ആരംഭിച്ച പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിൽ ആരംഭിച്ചപ്പോഴും വൻ ജനക്കൂട്ടമുണ്ടായിരുന്നു, വൻ ജനസാഗരമുണ്ടായിരുന്നു. അത് ഇന്ന് രാവിലെ ആരംഭിച്ച ആറന്മുള, അവിടെയും ഇതേ സ്ഥിതിയായിരുന്നു. റാന്നിയിലും ഇതേ സ്ഥിതിയായിരുന്നു. ഇപ്പോൾ കോന്നിയിൽ അതിനപ്പുറത്താണ് ജനം വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളെയും ആശ്ചര്യപ്പെടുത്തുന്നത്. ഇത്രയും വലിയൊരു മഴയൊക്കെ ആവുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ, സാധാരണക്കാർ അവർ വരാൻ മടിക്കും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ മടിക്കും. പക്ഷേ ഇത് അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയുന്നതിലപ്പുറമാണ് ഇതിന് ജനസാഗരം. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ, ആ വിഷ്വല് ഫൈസൽ അത് കാണിക്കുന്നുണ്ട്, നമുക്കത് കാണാൻ കഴിയും. സിജു, ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വലിയ തരത്തിലുള്ള ജനസഞ്ചയമാണ്, മഴയെ അവഗണിച്ചുകൊണ്ടുള്ള വലിയ തരത്തിലുള്ള ജനസാഗരമാണ് നവകേരള സദസ്സിൻ്റെ പത്തനംതിട്ട ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ. ഇപ്പോൾ കോന്നി മണ്ഡലത്തിലാണ് നവകേരള സദസ്സ് അടുത്തതായി നടക്കാൻ പോകുന്നത്.